بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ, നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ, നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ലോകത്ത് ഓരോ നബിമാരുടെ ജീവിതവുമായി പല സംഭവങ്ങൾക്ക് പ്രത്യേക ബന്ധം കാണാൻ കഴിയും. സാധാരണ നമ്മൾ പറയുന്ന 10 എന്ന് പറയുന്ന സംഖ്യ, 10 എന്ന് പറയുന്ന എണ്ണം, അള്ളാഹുവിന്റെ ഖുർആൻ പേര് പറഞ്ഞ 25 നബിമാരിൽ പലരുടെയും ജീവിതത്തോട് പല നിലയിൽ ബന്ധമുള്ളതായി ചരിത്രത്തിന്റെ വായനയിൽ നമുക്ക് ബോധ്യമാവുന്നുണ്ട്. സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ സംഖ്യയുമായി ഒരു ബന്ധമുണ്ട്. സയ്യിദന ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനും ബന്ധമുണ്ട്. ശുഐബ് നബിക്കും മൂസാ നബിക്കും മഹാന്മാരായ മറ്റ് അമ്പിയാക്കൾക്കും അലൈഹിമുസ്സലാത്തു വസ്സലാം ആ സംഖ്യയുമായി ബന്ധമുണ്ട്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ആ സംഖ്യയുമായി ബന്ധമുണ്ട്. ഒരു ചെറിയ വിശകലനം അതിനോടനുബന്ധമായി പറയുന്നു. ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചർച്ചയും അതിൽ ഉദ്ദേശിക്കുന്നു. അള്ളാഹു നമുക്ക് അറിവിൽ ബറക്കത്തും അമൽ ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ. ആദ്യം പറയാം, സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തോട് 10 എന്ന് പറയുന്ന സംഖ്യക്കുള്ള ബന്ധം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ അല്ലാഹു തആല പടച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉറക്കത്തിന്റെ നേരത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടത്തെ വാരിയല്ലിൽ നിന്നും ഒരെണ്ണം ഊരിയെടുക്കാനും ആ ഒരെണ്ണം ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുകയും മഹാനവറുകൾ അത് ഊരിയെടുക്കുകയും ആ ഒരു വാരിയല്ല് മുഖേന അല്ലാഹു തആല മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹയെ പടയ്ക്കുകയും ചെയ്തു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് വേദനയോ പ്രയാസമോ ആ ഉറക്കിന്റെ നേരത്ത് വാരിയല്ല് ഊരിയെടുക്കുന്ന അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാരും ചിന്തകന്മാരും പറയുന്നു, ഇസ്ലാമിക ചിന്തകരും പറയുന്നു. ആ നേരത്തെങ്ങാനും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് വേദനയോ പ്രയാസമോ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാവിയിൽ ആദം സന്തതികളിൽ പുരുഷൻ സ്ത്രീയോട് മയത്തിൽ പെരുമാറുന്ന ഒരു പ്രകൃതം കാണപ്പെടുമായിരുന്നില്ല. അപ്പൊ അല്ലാഹു തആല സാന്ദർഭികമായി പറഞ്ഞതാണ് സംഭവം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ സ്വർണത്തിന്റെ കസേരയിൽ സുന്ദരിയായ ഹവ്വ റളിയല്ലാഹു അൻഹയെ പടച്ച് ഇരുത്തിയിരിക്കുകയാണ്. ആദം അലൈഹിസ്സലാം ഉറക്കിൽ നിന്നും ഉണർന്നു നോക്കിയപ്പോൾ സ്വർഗത്തിലെ 70-ൽ പരം വ്യത്യസ്ത ആഭരണങ്ങൾ ധരിച്ച് ശിരസിൽ കിരീടം ചാർത്തി പൊന്നിന്റെ കസേരയിൽ ഇരിക്കുന്ന ഹവ്വ റളിയല്ലാഹു അൻഹയെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം കാണുമ്പോൾ വല്ലാത്ത സ്നേഹം മനസ്സിൽ തോന്നി, വല്ലാത്ത ആഗ്രഹവും തോന്നി. അത്ഭുതത്തോടെ ചോദിച്ചു, മൻ അന്തി വലിമൻ അന്തി, നീ ആരാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് നിന്നെ പടയ്ക്കപ്പെട്ടിരിക്കുന്നത്? ഹവ്വ റളിയല്ലാഹു അൻഹയുടെ വളരെ രസകരമായ മറുപടി, ലക്ക, നിനക്ക് വേണ്ടിയിട്ടാണ്, അങ്ങേക്ക് വേണ്ടിയിട്ടാണ് എന്നെ പടച്ചിരിക്കുന്നത്. അപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷണിച്ചു അത്രേ. അസ്സബഇയ്യാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് വളരെ വിശാലമായ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ ഏകദേശം 180-ാമത്തെ പേജിൽ ഈ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വ റളിയല്ലാഹു അൻഹയെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഹവ്വ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇല്ല, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നു. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് ചെല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ ചരിത്രം പോവുകയാണ്. ചരിത്ര ചിന്തകർ പറയുന്നു, ഏതായാലും പെണ്ണ് ചോദിക്കാനും പെണ്ണ് ആലോചിക്കാനും അങ്ങോട്ട് ചെല്ലുക എന്ന പതിവിന് ഒരു പരിധിവരെ അടിസ്ഥാനപ്പെടുത്താൻ പറ്റുന്ന ഒരു ചരിത്ര ശകലമാണ് ഇത് എന്ന് മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു. ഏതായാലും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഹവ്വ റളിയല്ലാഹു അൻഹയെ കൊടുക്കാൻ തീരുമാനിച്ചു. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ലാ തമുസ്സഹാ ഹത്താ തുഅ്തിയ മഹ്റഹാ, ഹവ്വ റളിയല്ലാഹു അൻഹയെ സ്വർഗത്തിൽ നടക്കുന്ന നിക്കാഹ് കർമ്മത്തിലൂടെ മഹർ കൊടുത്ത ശേഷം മാത്രമേ സ്പർശിക്കാൻ പാടുള്ളൂ, അത് അങ്ങേക്ക് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ് എന്ന് പറഞ്ഞ് സ്പർശനത്തിന് മുന്നേ മഹർ കൊടുത്ത് നിക്കാഹ് ചെയ്തെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിർദ്ദേശിക്കാണ്. അപ്പോൾ സ്വർഗത്തിൽ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ്. തൂബ മരച്ചുവട്ടിൽ വെച്ച് ആ ആദ്യ വിവാഹം നടക്കുന്നു. അള്ളാഹു ഹവ്വ റളിയല്ലാഹു അൻഹയെ
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സവ്വജതുക ഹവ്വ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു എന്ന് മഹാനായ ഇമാം നസഫിയുടെ നുസുഹ എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹയെ നിക്കാഹിലൂടെ സ്വന്തമാക്കുമ്പോൾ മഹർ കൊടുക്കുക എന്ന വിഷയത്തിലാണ് ആദ്യത്തെ 10 നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ 10 എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 10 എന്ന് പറയുന്ന അക്കത്തെ സംഖ്യയെ നമുക്ക് കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ചൊല്ലിക്കൊടുത്ത സ്വലാത്ത്, അതാണ് മഹർ എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ആ മഹർ 10 സ്വലാത്താണ്. അപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 10 എന്ന് പറയുന്ന സംഖ്യയുടെ ചരിത്രപരമായ പരാമർശം ഇങ്ങനെയാണ്. സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തോടും 10 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഒരു ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ ആ സംഭവത്തെ ഉദ്ധരിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ചില വചനങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. മഹാനവറുകൾ പൂർണ്ണ മാർക്ക് നേടി എന്ന് ഖുർആൻ. ഇതിന്റെ വ്യാഖ്യാനം ജലാലൈനി അടക്കമുള്ള ധാരാളം തഫ്സീറുകൾ കൊടുക്കുന്നത് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു തആല പരീക്ഷിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ മഹാനവറുകൾ ചെയ്യണം എന്ന് പറഞ്ഞ അള്ളാഹു നിർദ്ദേശിച്ച ആ കാര്യങ്ങൾ 10 എണ്ണമാകുന്നു. 10 എണ്ണമാണ്. അതിൽ 5 കാര്യങ്ങളും ശിരസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം ത്വഹാറത്തിന്റെ ഒരു വിഷയമാണ്, ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ശിരസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തേത് തലമുടിയെല്ലാം ചീകി വെക്കണം. രണ്ടാമത് പറഞ്ഞത് മീശ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ വെട്ടി നിർത്തണം. മൂന്നാമത് പറഞ്ഞത് പല്ല് തേക്കുക എന്നത് ഒരു പുണ്യകർമ്മമായി, ഒരു അമലായി കൊണ്ട് നടക്കണം. നാലാമത് പറഞ്ഞത് വായ കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക എന്ന ത്വഹാറത്തിന്റെ വഴികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പൊ 5 കാര്യങ്ങൾ ശിരസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 5 കാര്യം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആറാമത്തേത് നഖം സമയമാകുമ്പോൾ കൃത്യമായി മുറിക്കണം. അതുപോലെ തന്നെ കക്ഷരോമങ്ങൾ നീക്കം ചെയ്യണം. അതുപോലെ തന്നെ ചലാക്രമം ചെയ്യണം. അതുപോലെ തന്നെ ഗുഹ്യരോമം വടിക്കണം. അതുപോലെ തന്നെ ശുദ്ധീകരണത്തിന്റെ വേളയിലൊക്കെ വിരലുകൾ വിടർത്തി തന്നെ ശുദ്ധിയാക്കണം എന്നുള്ള രീതിയിൽ 10 കാര്യങ്ങൾ ഒരു ശറഈ നിയമം പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഏൽപ്പിച്ചു. 10 എന്നത് മഹാനവറുകൾക്ക് ഖലീല് പദവി കിട്ടുന്നതിന് മുന്നേ അള്ളാഹു ഏൽപ്പിച്ച ഒരു ദൗത്യം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമാണ് ഈ 10 കാര്യങ്ങൾ എന്ന് മഹാന്മാർ പറയുന്നു. ഇതിനു ശേഷമാണ് മഹാനവറുകൾക്ക് വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം ഖുർആൻ ഇങ്ങനെ പറഞ്ഞ പോലെ ഖലീൽ എന്ന പദവി കിട്ടുന്നത്. അപ്പൊ ഖലീൽ പദവി കിട്ടുന്നതിന് മുന്നേ ഈ 10 കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു ഏൽപ്പിച്ചു. അപ്പൊ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഖലീൽ പദവി കിട്ടുക എന്ന മഹാസംഭവത്തോട് ബന്ധപ്പെട്ട് 10 എന്ന് പറയുന്ന ഒരു സംഖ്യ ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നത് ഈ 10 കാര്യങ്ങളുടെ നിർവഹണത്തിലാണ്, അതിന്റെ ഉത്തരവാദിത്തത്തിലാണ്. ഇനി ഖുർആൻ പേര് പറഞ്ഞ മറ്റൊരു നബിയാണ് ഷുഐബ് നബി അലൈഹിസ്സലാം. 10 എന്ന് പറയുന്ന സംഖ്യ ആ ജീവിതത്തിലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഞാൻ നേരെ ചരിത്രം ചുരുക്കി കൊണ്ടുവരുന്നു. ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലും 10 എന്ന് പറയുന്ന സംഖ്യയുടെ ബന്ധം എങ്ങനെയാ? മഹാനവറുകൾ ധാരാളം കരയുമായിരുന്നു. കരഞ്ഞ് ഇന്ന ഷുഐബ അലൈഹിസ്സലാം ബകാ 10 സിനീന ഹത്താ ദഹബ ബസ്റുഹു. ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ധാരാളം കരഞ്ഞു. തുടർച്ചയായ 10 വർഷം നിർത്താതെ കരഞ്ഞു. ഒരു ദിവസം പോലും ഒഴിവാവാതെ കരഞ്ഞു. വല്ലാത്ത കരച്ചില്, ഒരുപാട് കണ്ണീര് പോയി. എത്രത്തോളം ആ കണ്ണിന്റെ നിറം മങ്ങി, ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. 10 വർഷം തുടർച്ചയായി കരഞ്ഞു. മഹാനവറുകൾക്ക് അള്ളാഹു കാഴ്ച ശക്തിയെ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അള്ളാഹു ശുഐബ് നബിയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട്, അങ്ങ് എന്തിനാണ് കരഞ്ഞത്? അങ്ങ് കരഞ്ഞത് ഇങ്ങനെ ഇത്രയും ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി അല്ലാ അല്ലാ എന്ന് വിളിച്ച് കരഞ്ഞത് എന്തിനാണ് നബിയെ? ശുഐബ് നബിയോട് ജിബ്രീൽ മുഖാന്തരം അള്ളാഹു ചോദിക്കാണ്, ഇൻ കുന്ത തഖാഫു അൻയുറാന ഫഖദ് അമൻതുക മിൻഹാ. നരകത്തെ ഭയന്നാണ് അങ്ങ് കരഞ്ഞത് എങ്കിൽ ഈ കരച്ചിലുകൊണ്ട് നരകത്തിൽ നിന്നും അങ്ങേക്ക് നിർഭയത്വം ലഭിച്ചേക്കാം. അത്രത്തോളം അങ്ങ് കരഞ്ഞിട്ടുണ്ട്. അങ്ങ് സ്വർഗം ഉദ്ദേശിച്ചാണ് കരഞ്ഞതെങ്കിൽ
അള്ളാഹു ഔദാര്യമായി അങ്ങേക്ക് സ്വർഗം നൽകാം, അത്രത്തോളം അങ്ങ് സ്വർഗത്തിനുള്ള അർഹത ഈ കണ്ണുനീര് കൊണ്ട് നേടിയിട്ടുണ്ട്. അതല്ല, മൂന്നാമത് ചോദിക്കട്ടെ, ശുഐബ് നബി എന്നവരെ അലൈഹിസ്സലാം, ഇൻ കുന്ത തത്ലുബുർ റിദ്വാൻ, അള്ളാന്റെ പൊരുത്തം മാത്രമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ സ്വർഗവും വേണ്ട, നരകത്തിൽ നിന്നുള്ള അഭയവും വേണ്ട, ഒന്നും വേണ്ട, പടച്ചോന്റെ പൊരുത്തം അത്രേ ഉദ്ദേശമുള്ളൂ. അങ്ങേക്ക് അത് നാം നൽകാം. ജിബ്രീൽ മുഖാനന്തരം അലൈഹിസ്സലാം അള്ളാഹു ചോദിച്ചപ്പോ ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ജിബ്രീൽ അലൈഹിസ്സലാം, ബുകാഇ ലൈസ ബുകാഇ ഹുബ്ബൻ ലിൽ ജിനാനി വലാ ഖൗഫൻ മിൻ നിറാൻ. സ്വർഗം ആഗ്രഹിച്ചിട്ടോ നരകം പേടിച്ചിട്ടോ ഒന്നും അല്ല ഞാൻ കരഞ്ഞത്. ഞാൻ കരഞ്ഞത് ശൗഖൻ ഇലാ ലിഖാഇ റഹ്മാൻ, റഹ്മാനായ അള്ളാനെ ഒന്ന് കാണണമല്ലോ ഈ കണ്ണുകൊണ്ട്, അങ്ങനെ അള്ളാനോടുള്ള ഇഷ്ടം കൊണ്ട് കരഞ്ഞതാണ്. അപ്പൊ അള്ളാഹു തആല ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അങ്ങേക്ക് അർഹതപ്പെട്ടു കഴിഞ്ഞു എന്റെ കാഴ്ച, എന്നെ കാണാ എന്നുള്ളത്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അള്ളാന്റെ ലിഖാ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നല്ല അമല് ചെയ്യണമെന്നാ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന അമലൊക്കെ അള്ളാനെ കാണാൻ വേണ്ടിയിട്ടാണ്. അള്ളാനെ കാണാനാവണം നമ്മുടെ അമല്. അള്ളാനെ കാണണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാനെ കാണാ എന്ന ആ സംഭവം ഉണ്ടാവുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ സ്വാഭാവികമായും അള്ളാനെ കാണാൻ വേണ്ടിയിട്ട് എത്തണം. അള്ളാന്റെ ഔദാര്യമായിട്ട് അവിടെ വെച്ച് കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഏതായാലും അള്ളാനെ കാണാനാ ഞാൻ കരഞ്ഞത്, അതിനു വേണ്ടിയാണ് ഞാൻ കരഞ്ഞത്. ഇവിടെ ചിന്തിക്കണം, 10 വർഷം ഈ മഹാൻ കരഞ്ഞു അല്ലെ? 10 വർഷം മഹാൻ കരഞ്ഞ് കണ്ണിന്റെ കാഴ്ചയില്ല. ഈ മഹാന് ഈ കാലയളവിൽ ഈ കരഞ്ഞ് കണ്ണിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട ഈ 10 വർഷത്തെ കാലയളവ് മഹാനവറുകൾക്ക് ഒരു ഖാദിമിന് ആവശ്യമായിരുന്നു. ആ ഖാദിമായി വന്നയാളാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം 30-ാമത്തെ വയസ്സിൽ ഈജിപ്തിൽ നിന്നും ശുഐബ് നബിയുടെ നാടായ മദിയൻ നാട്ടിലേക്ക് ഹിജ്റ വന്ന ആളാണ്. 30-ാമത്തെ വയസ്സിൽ പോകുന്ന അവിടെ രണ്ടുപേര് തമ്മിൽ തർക്കം കൂടിയപ്പോ ഒന്ന് ഇടപെട്ടു. ഒന്ന് കയ്യബദ്ധം പറ്റി, ഒരാൾ മരിച്ചുപോയി. മൂസാ നബി പിടിച്ചു മാറ്റിയതാണ്. അതിൽ ഒരാളെ ഒന്ന് ശകാരിച്ചപ്പോ ആ കൈ കൊണ്ട് അയാള് ആ സമയത്ത് അങ്ങ് മരിച്ചുപോയി. ഒട്ടും പ്രതീക്ഷിച്ചതുമല്ല, കരുതി കൂട്ടി ചെയ്തതുമല്ല. നാട്ടിൽ വലിയ വിഷയങ്ങളായി പ്രശ്നങ്ങളായപ്പോ സൂറത്തുൽ ഖസസ് അത് ധാരാളം പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് നാട് വിട്ട് മദിയൻ നാട്ടിലെത്തി ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടില് എത്തിപ്പെടുകയാണ്. അങ്ങനെ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ 10 വർഷം ജോലിക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ ശുഐബ് നബിക്ക് 10 വർഷം മൂസാ നബി അലൈഹിസ്സലാം ഖാദിമായി വന്നു, അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാരനായി വന്നു. ആ 10 ശുഐബ് നബിയുടെ ജീവിതത്തോട് അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അള്ളാഹുവുമായി നിരന്തരം കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും വിധം ആ മഹാൻ ആത്മീയോത്കൃഷ്ടതയുടെ ഉത്തുംഗതയിലെത്തിയത് നിരന്തരമായ കരച്ചിലിൽ 10 വർഷം. ആ 10 വർഷം ഖാദിമായി മൂസാ നബിയുമുണ്ട്. അപ്പൊ ആ 10 എന്ന സംഖ്യ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്നില്ല ആ ചരിത്രത്തിൽ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട്, 8 വർഷം ജോലി ചെയ്താൽ ആ 8 വർഷം ജോലി ചെയ്തത് മുഖേന എന്റെ മക്കളിൽ ഒരാളെ കല്യാണം കഴിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ 8 വർഷം ജോലി ചെയ്ത 8 വർഷം ജോലി ചെയ്യുക എന്നതിന് മഹറായി നിശ്ചയിച്ചാൽ എന്റെ മോളെ കല്യാണം കഴിച്ചു തരാം. ആ 8 എന്നുള്ളത് ഒരു 10ലേക്ക് പൂർത്തീകരിച്ച 10 എനിക്ക് പ്രിയപ്പെട്ട സംഖ്യയാണ്. 10ലേക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് സന്തോഷമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال إني أريد أن أنكحك إحدى ابنتي هاتين على أن تأجرني 8 حجج فإن أتممت 10 فمن عندك وما أريد أن أشق عليك ستجدني إن شاء الله من الصالحين. എന്റെ മോളെ കല്യാണം കഴിച്ചു തരാം. മഹറായിട്ട് ഇങ്ങോട്ട് തരേണ്ടത് 8 വർഷത്തെ ജോലി, അത് 10 വർഷമാക്കി കഴിഞ്ഞാൽ നന്നായിരുന്നു, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, തർക്കമല്ല, കുഴപ്പമില്ല, എന്നോട് പറ്റുമെങ്കിൽ ഞാൻ 10 ആക്കാം, 8 ആക്കിയാലും അത് ഉൾക്കൊള്ളണേ.
അയ്യമൽ അജലൈനി ഖളൈതു ഫലാ ഉദ്വാന അലയ്യ വല്ലാഹു അലാ മാ നഖൂലു വകീൽ. സൂറത്തുൽ ഖസസ്. അങ്ങനെ 10 പൂർത്തീകരിച്ചു. മൂസാ നബി അലൈഹി സ്വലാം 40-ാമത്തെ വയസ്സിൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകും. ശുഐബ് നബിയുടെ ജീവിതത്തിലും 10 എന്ന സംഖ്യ മാറ്റി നിർത്താൻ പറ്റൂല. ഇനി കാണാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലും 10 എന്നത് വേറെ ഒരു ഇടപെടലാണ്. എങ്ങനെയെന്നറിയോ? അള്ളാഹു തൗറാത്ത് നൽകാൻ വേണ്ടി തൂർസീന പർവ്വതത്തിന്റെ താഴ്വാരത്തിലേക്ക് വിളിക്കപ്പെടാണ്. ആ സമയത്ത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല ദുൽഖഅദ മാസം മൊത്തവും നോമ്പെടുക്കാൻ പറഞ്ഞു. നോമ്പെടുക്കണം. ദുൽഖഅദ മാസം മൊത്തവും നോമ്പെടുത്തു. നോമ്പ് പൂർത്തിയായി. നോമ്പിന്റെ കണക്ക് 1 മാസമാണോ? 1 മാസം നോമ്പെടുത്തു. നോമ്പ് പൂർത്തിയായ ശേഷം അള്ളാഹുവിനോട് മൂസാ അലൈഹിസ്സലാം മീഖാത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, അതായത് റബ്ബുമായുള്ള മുനാജാത്തിനും തൗറാത്ത് സ്വീകരിക്കാനും വേണ്ടി മൂസാ അലൈഹിസ്സലാം തയ്യാറായിട്ട് മഹാനവറുകൾ അതിനു വേണ്ടി ഉദ്ദേശിച്ച നേരത്ത് മഹാനവറുകളുടെ വായ 30 ദിവസം നോമ്പെടുത്ത് ചവർപ്പ് വന്നിരിക്കുന്ന വായയാണ്. ഒരു ചെറിയ ദുർഗന്ധമുണ്ട് അല്ലേ? അങ്ങനെയാണല്ലോ നോമ്പെടുത്ത് കഴിഞ്ഞു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുഭവത്തിൽ ആദ്യമാണത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ റബ്ബിനെ കാണാൻ പോണല്ലേ, എങ്ങനെയപ്പോ ഈ ചവർപ്പുള്ള വായയുമായി പോകുന്നത്? ആ വായയുടെ ചവർപ്പ് മാറ്റാൻ വേണ്ടിട്ട് ഒരു ഇത്തിരി ഒലീവ് എണ്ണ എടുത്തിട്ട് വായിൽ വെച്ചു. മഹാനവറുകൾ ആ മണം മാറ്റിയെടുക്കാൻ വേണ്ടി ഒലീവ് ലേശം രുചിച്ചു. ആ ഒലീവ് കൊണ്ട് വായ വൃത്തിയാക്കി. ആ സമയം അല്ലാഹു പറഞ്ഞു, യാ മൂസാ അമാ അലിംത അന്ന ഖുലൂഫ ഫമിസ്സായിമി ഇൻദി അത്യബു മിൻ റീഹിൽ മിസ്ക്. മൂസാ നബി എന്തേ കാണിച്ചത്? ഒരു നോമ്പെടുക്കുക എന്നത് തജൂഉ തറാനി എന്നാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്. ഈസാ അലൈഹിസ്സലാം ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇമാം ഗസാലിയുടെ മുക്കാശഫയിൽ കാണാം, അല്ലാഹുവേ എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ല, എന്നെ കാണണമെങ്കിൽ വയറ് പട്ടിണി കിടക്കലല്ലാതെ നിർവാഹമില്ല ഈസാ നബിയെ എന്ന് ഈസാ നബിയോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ നോമ്പെടുക്കുമ്പോ നോമ്പിന്റെ കൂലി കിട്ടണം അല്ലേ? നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന്റെ കൂലി നൽകും. അള്ളാഹുവിന്റെ പ്രഖ്യാപനം അങ്ങനെയാണ്. അപ്പൊ പട്ടിണി കിടക്കുന്നതും അള്ളാഹുവിനെ കാണുന്നതും തമ്മിൽ നല്ല ബന്ധമുണ്ട്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, അങ്ങയുടെ വായന്റെ ഈ ചവർപ്പ് ഗന്ധമുണ്ടല്ലോ, അത് എന്റെ അടുക്കൽ വരുമ്പോൾ അതിന് കസ്തൂരിയേക്കാൾ വാസനയാണെന്നറിയില്ല മൂസാ നബിയെ. അതുകൊണ്ട് ഈ വായന്റെ ചവർപ്പ് കളഞ്ഞതെന്തിനാ? അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? അങ്ങ് 10 ദിവസവും കൂടി നോമ്പെടുക്കണം. ആ 10 ദിവസം ഏതാ? ആ 10 ദിവസം, ഇനിയുള്ള 10 ദിവസം ദുൽഖഅദ ഫുള്ള് നോമ്പെടുത്തു. ഈ ദുൽഹജ്ജിലെ 10 ആദ്യത്തെ 10. മഹാനവറുകൾ അങ്ങനെയാണ് നോമ്പെടുത്തത് എന്നൊരു അഭിപ്രായമുണ്ട്. ഒരഭിപ്രായം അനുസരിച്ച് ആദ്യം 30 നോമ്പെടുത്തത് ദുൽഹജ്ജിലും, പിന്നെ ഒലിവണ്ട് വായില് ചവർപ്പ് മാറ്റിയത് ദുൽഹജ്ജ് തീർന്നിട്ട് പിന്നെ 10 നോമ്പ് പിടിക്കാൻ അതിന് ശേഷം പറഞ്ഞത് മുഹറത്തിലെ 10 പറയുന്നുണ്ട്. ഏതായാലും ദുൽഹജ്ജിലെ 10 നോമ്പ് ഉറപ്പായിട്ടുണ്ടായിരുന്നു. മഹാനവറുകൾ അങ്ങനെ 10 ദിവസത്തെ നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മീഖാത്തിന് വേണ്ടി തയ്യാറാകുന്നു. റബ്ബിനെ കാണാൻ വേണ്ടി ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസം നോമ്പെടുക്കുന്നു. അപ്പൊ 10 എന്ന സംഖ്യ മൂസാ നബിയുടെ ജീവിതവുമായി ബന്ധമുണ്ട്. فلما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لو تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. സൂറത്തുൽ അഅറാഫിന്റെ 142-143. അല്ലാഹുവേ, ആ മഹാന്റെ ജീവിതത്തിലും 10 എന്ന് പറയുന്ന സംഖ്യ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ അനുഭവത്തിലൂടെയാണ്. 4 നബിമാരുടെ പറഞ്ഞു. ഇത്രയും വലിയൊരു ആമുഖം പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്കണം. 5-ാമത്തെ നബിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതത്തോടും 10 എന്ന് പറയുന്ന സംഖ്യക്ക് ഒരു ബന്ധമുണ്ട്. അല്ലാഹുവേ, ആ 10 എന്ന് പറയുന്ന സംഖ്യ ഹബീബായ നബി തങ്ങൾ അതിൽ 9 ദിവസം നോമ്പെടുത്തിട്ടുണ്ട്. 10 എന്നത് 10 ദിവസമാണോ?
10 എന്ന് പറയുന്ന സംഖ്യ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസമാണ് ആ രീതിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ 10 ദിവസം ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസമാണ്. അതിൽ 9 ദിവസവും റസൂലുള്ളാഹിക്ക് നോമ്പുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുൽ ബക്രി ഇആനത്തിലെ ഹദീസ് പറയുന്നുണ്ട്. അതായത് ഹബീബിന്റെ ദിവസമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്രി വലയാലിൻ അശ്ർ വസ്സഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. റസൂലുള്ളാഹിയുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ബന്ധമുള്ള 10 ദിവസമാണ്. ഖുർആൻ ആ 10 ദിവസത്തെ വർണ്ണിച്ചു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു പ്രധാന സുന്നത്ത് വെള്ളിയാഴ്ച ദിവസത്തിൽ ചെയ്യാനുണ്ടല്ലോ. എന്താണ് സുന്നത്ത്? സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യല്. സൂറത്തുൽ കഹ്ഫ് മിനൽ മസ്നൂനി അൻ യഖറഅൽ കഹ്ഫ യൗമഹാ വലൈലതഹാ ലിമാ ഫീഹാ മിൻ ദിക്രി അഹ്വാലിൽ ഖിയാമത്തിൽ വാരിദത്തി അന്ന ഖിയാമഹാ ഫീ യൗമിൽ ജുമുഅ. ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ധാരാളം നടക്കുന്ന സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യല് വെള്ളി രാവും പകലും സുന്നത്താണ്. വെള്ളി രാവും പകലും സുന്നത്താണ്. ഇമാം ഖൽയൂബി രേഖപ്പെടുത്തുന്നു, ഖിയാമത്ത് നാള് വെള്ളിയാഴ്ച സംഭവിക്കുക. വെള്ളിയാഴ്ചയിൽ അതുകൊണ്ട് അൽ കഹ്ഫ് ഖിയാമത്ത് നാളിന്റെ വിശദീകരണങ്ങളുള്ള അൽ കഹ്ഫ് ഓതൽ സുന്നത്തായി ഫുഖഹ അങ്ങനെ രേഖപ്പെടുത്തിയത്. വബഅദ സുബ്ഹി ആകദു, വെള്ളിയാഴ്ച സുബ്ഹി കഴിഞ്ഞ് അൽ കഹ്ഫ് ഓതൽ ശക്തമായ സുന്നത്താണ്, ഏറ്റവും ഉത്തമമായ സമയം. വെള്ളിയാഴ്ച രാവിലും ഓതാം, വെള്ളിയാഴ്ച സുബ്ഹി കഴിഞ്ഞു ഓതാം. ഏറ്റവും ശക്തമായ സുന്നത്ത് സുബ്ഹി കഴിഞ്ഞു ഓതലാണ്. വെള്ളിയാഴ്ച രാവിലെ ഒരാൾ ഓതി എന്ന് വെച്ചാൽ സുബഹി ഓതണ്ടെന്നല്ല, അപ്പോഴും ഓതാം, എത്ര വേണമെങ്കിലും ഓതാം. ഒരു കഹ്ഫേ ഓതാവുന്നല്ല. അങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ 10 ദിവസം എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രബലമായ സുന്നത്താണ് വെള്ളിയാഴ്ചയിൽ നമുക്ക് അൽ കഹ്ഫ് ഓതാൻ കഴിയുക എന്നത്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅത്തി അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈനി. സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം ഹക്കീം അവിടുത്തെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസ്. ഒരാൾ ഒരു വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരുന്നതിന് മുന്നേയായി അവന്റെ ജീവിതത്തിൽ ഒരു പാപ സുരക്ഷിതത്വം അല്ലാഹു നൽകും. അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്താം. രണ്ടാമത് കണ്ടോ ഒരു ഹദീസ് കണ്ടോ, നമുക്ക് ദുൽഹജ്ജ് മാസത്തിന്റെ ഒരു വെള്ളിയാഴ്ചയെ അള്ളാഹു ഇങ്ങനെ നമ്മുടെ ആയുസ്സിൽ കനിഞ്ഞേകി നൽകുമ്പോ 10,000 ദീനാർ സ്വതക്ക ചെയ്താലുള്ള കൂലി നമുക്ക് നേടാൻ പറ്റുന്ന ഒരു അമലുണ്ട്. 10,000 ദീനാർ, അത് കുവൈത്ത് ദീനാർ ഇട്ട് കൂട്ടിയാലും വേണ്ടില്ല. അത്രയും പണം നമ്മൾ സ്വതക്ക ചെയ്താൽ 10,000 ദീനാർ സ്വതക്ക ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കോ ഇല്ല എന്നുള്ള വേറെ കാര്യം. കാരണം സ്വതക്ക ബാത്തിലാകുന്ന കാര്യങ്ങൾ അതിനുശേഷം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വതക്ക ബാത്തിലായി പോകും, ആ പണം വെറുതെ നഷ്ടപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നാൽ അള്ളാഹ് സ്വീകരിച്ചാൽ കിട്ടുന്ന കൂലി 10,000 ദീനാറാണ്, രൂപയല്ലാട്ടോ. 10,000 ദീനാർ, 10,000 ദീനാർ അത് അള്ളാഹ് സ്വീകരിച്ച നിലയിൽ സ്വതക്ക ചെയ്താലുള്ള കൂലി എന്തോ ആ കൂലി കിട്ടുന്ന ഒരു അമല് വെള്ളിയാഴ്ച പകൽ ചെയ്യാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അമല് കേട്ടോളൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു 10,000 ദീനാർ സ്വതഖ ചെയ്ത കൂലി. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅത്തി കാന കമൻ തസദ്ദഖ ബിഅശറതി ആലാഫ്. ആരെങ്കിലും വെള്ളിയാഴ്ച പകല് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ 10,000 ദീനാർ അവൻ സ്വതഖ ചെയ്തവനെ പോലെ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹബീബിനോട് അടുക്കാൻ നമുക്ക് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യമാണ് പ്രത്യേക സുന്നത്താണ് വെള്ളിയാഴ്ച ദുആയിൽ ഒട്ടും കുറവ് വരരുത്. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കും. ദുആ നമുക്ക് ഒഴിവാകാൻ പറ്റിയ സമയമൊന്നുമല്ല ഇത്. വല്ലാത്ത പ്രതിസന്ധിയിലൂടെ മനുഷ്യർ കടന്നു പോകുന്നത്. ദുആ ഒഴിവാക്കാനേ പാടില്ല. ഇമാം മഹല്ലി ഇമാം ഖൽയൂബി രേഖപ്പെടുത്തുന്നു വമിനൽ മസ്നൂനി, ഇമാം മഹല്ലി രേഖപ്പെടുത്തുന്നു, ഖൽയൂബി രേഖപ്പെടുത്തുന്നു വമിനൽ മസ്നൂനി അൻ യുക്സിറ ദുആ യൗമഹാ. വെള്ളിയാഴ്ച പകൽ ഒരാൾ ദുആ വർദ്ധിപ്പിക്കാം. ഒരു പ്രാവശ്യം ദുആ ചെയ്യാന്നല്ല പറഞ്ഞത്, പിന്നെയും ദുആ ചെയ്തുകൊണ്ടിരിക്കുക, ദുആ വർദ്ധിപ്പിക്കുക എന്നത് അത് സുന്നത്താണ്, റസൂലുള്ളാഹിയുടെ സുന്നത്താണ്. അപ്പോൾ ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. യൗമഹാ رجاء أن يصادف ساعة الإجابة
ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. വെള്ളിയാഴ്ച പകലിൽ അള്ളാഹു ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് നൽകുന്ന ഒരു അനർഘമായ സമയമുണ്ട്, ഒരു പ്രധാന സമയമുണ്ട്. ആ സമയത്തോട് നമുക്ക് നമ്മുടെ ദുആ എത്തിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ദുആ ഇങ്ങനെ പകൽ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കൽ സുന്നത്താണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഷാഫിഈ മദ്ഹബിലെ പ്രധാന കിതാബായ മഹല്ലിയിലുണ്ട് ഇബാറത്ത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച ഒരു പ്രാവശ്യം ദുആ ചെയ്യാനല്ല പറഞ്ഞത്, ദുആ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ റസൂലുള്ളാഹിയുടെ സുന്നത്താണ്. ഇനി കണ്ടോളൂ ഇമാം നവവി റൗള അദ്ദേഹത്തിന്റെ കിതാബാണ്, അതിൽ ഉദ്ധരിക്കുന്നുണ്ട് അന്ന ശാഫിഈ റളിയല്ലാഹു അൻഹു ബലഗഹു അന്നഹു യുസ്തജാബു ദുആഉ ഫീ ലൈലത്തുൽ ജുമുഅത്തി വഅന്നഹു ഇസ്തഹബ്ബ അദ്ദുആ ഫീഹാ. വെള്ളിയാഴ്ച രാവും പകലും ദുആ ചെയ്ത ഉത്തരവുണ്ടെന്ന് ഇമാം ഷാഫിഈ പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. ധാരാളം ഫുഖഹാ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഷാഫിഈ മദ്ഹബിൽ വെള്ളിയാഴ്ച പകലാവട്ടെ രാത്രിയാവട്ടെ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് പുണ്യനബിയുടെ പ്രധാന സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഈ വെള്ളിയാഴ്ചയെ അലങ്കരിക്കണം. അതിനെന്ത് ചെയ്യണം? ദുആ ഇങ്ങനെ കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കും ഒക്കെ ദുആ. അസ്ർ നിസ്കരിക്കുന്നതിന് മുമ്പ് ദുആ, ശേഷം ദുആ. ദുഹർ ഇപ്പൊ ജുമാ കിട്ടുന്ന സാധ്യത ഉണ്ടെങ്കിൽ ജുമാ ഉള്ളവര്, ജുമാ നിസ്കരിക്കാൻ പറ്റുന്നവര് ജുമാ നിസ്കരിക്കുന്നതിന് മുമ്പ് ശേഷം ഒക്കെ ദുആ തന്നെ. ളുഹാ നിസ്കരിക്കുക, ദുആ മുമ്പ് ശേഷം ഒക്കെ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അത് പുണ്യ നബിയുടെ സുന്നത്താണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ ദുആക്ക് ഉത്തരവുണ്ടെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മഹാനവറുകൾക്ക് അങ്ങനെ അനുഭവമുണ്ട്, മഹാനവറുകൾ അങ്ങനെ അറിവ് കിട്ടിയതായി അറിയിച്ചിട്ടുമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, ഒറ്റ സംഭവം കൂടി പറയാം. അതുകൊണ്ട് ഈ തവണ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വെള്ളിയാഴ്ചയെ കളയാൻ പാടില്ല. ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രധാന സമയമാണ്. അസ്ർ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ദുആക്ക് ഇജാബത്തുണ്ട്. നമ്മളിത് വിഷയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാണ്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഇമാം മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അവിടുത്തെ ഉനിയൽ ഉദ്ധരിക്കുന്നുണ്ടൊരു സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅത ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഫീഹാ ഖൈറൻ ഇല്ലാ അഅതാഹു ഇയ്യാ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് ദുആക്ക് ഇജാബത്തുണ്ട്. ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആ സമയത്ത് ദുആ കൊണ്ട് ആ സമയത്തോട് മുന്നിട്ട് കഴിഞ്ഞാൽ, കണ്ടുമുട്ടിയാൽ, ആ സമയത്തിൽ ദുആ ചെയ്തു പോയാൽ, ഏത് സമയം നമുക്കറിയില്ല, ആ സമയത്താന്ന് അള്ളാഹു മറവി തന്നിരിക്കുകയാണ്. ഈ സമുദായത്തെ അറിയിച്ചിട്ടില്ല. അത് എല്ലാ സമയവും ദുആയിലാവാൻ വേണ്ടി. അള്ളാഹിന് വലിയ ഇഷ്ടമുള്ള കാര്യ അള്ളാഹിന്റെ അടിമ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസത്തിലെ ആ ഖൈറുകൾ ഒളിഞ്ഞിരിക്കുന്ന പ്രത്യേക സമയമുണ്ടല്ലോ, ആ സമയത്ത് ഒരു മൂമിനായ മനുഷ്യന്റെ ദുആ എത്തിക്കഴിഞ്ഞാൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാം. അപ്പൊ ഉപ്പയോട് ഞാൻ ചോദിച്ചു, ബി അബി യാ അബതി അയ്യത്ത സാഅത്തിൻ ഹിയ, ഓ പ്രിയപ്പെട്ട പിതാവേ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു സമയമുണ്ട്, അത് ഏത് സമയമായിരിക്കും? അങ്ങനെ ഒരു സമയമുണ്ടെങ്കിൽ അത് ഏത് സമയമായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. പല റിവായത്തിൽ പലതുമാണ് കാണുന്നത്. അപ്പൊ ആ സമയം ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുക. ഈ ഹദീസിൽ കാണാം, ഇദാ തദല്ലാ നിസ്ഫു ശംസി ലിൽ ഗുറൂബ്, സൂര്യ അസ്തമയത്തിലേക്ക് സൂര്യന്റെ പകുതി എത്തിയാൽ, ബാക്കി പകുതി നമുക്ക് കാണാൻ പറ്റും. സൂര്യാസ്തമയത്തിലേക്ക് സൂര്യന്റെ പകുതി എത്തി. അപ്പൊ നല്ല ഉയരമുള്ള ഭാഗത്ത് നിന്ന് നോക്കിയാൽ, മലഞ്ചെരിവിൽ മലയുടെ മുകളിലും കുന്നിന്റെ മുകളിലും നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, വലിയ ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നോക്കിയാൽ, അല്ലെങ്കിൽ കടൽ തീരത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും സൂര്യന്റെ പകുതി അസ്തമയത്തിൽ പകുതി ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു സമയമുണ്ട് എങ്കിൽ, അതായത് വെള്ളിയാഴ്ച അസ്ർ കഴിഞ്ഞ നേരമാണ് എങ്കിൽ, സയ്യിദുനാ ആദം അലൈഹിസ്സലാം വഫാത്തായ നേരമാണത്. ആ സമയം ആദം നബി വഫാത്താകുന്ന നേരത്തിന് ഇജാബത്തിന്റെ വഖ്ത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് അസ്ർ കഴിഞ്ഞ് ഉറപ്പായിട്ടും ദുആക്ക് ഇജാബത്തുണ്ട്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സൂര്യന്റെ പകുതി അസ്തമിച്ച് പകുതി ഇനി അസ്തമിക്കാനുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് ദുആ ചെയ്തോ, വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുണ്ട്.
മഹ്ദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? അവിടുത്തെ വീട്ടിലെ ജോലിക്കാരനായ സെയ്ദ് എന്നവരെ വിളിച്ചിട്ട് പറയുമായിരുന്നു, ഇസ്അദി ഇലൽ നിറാബ്, സെയ്ദേ, അസ്ർ കഴിഞ്ഞാൽ നീ മച്ചിന്റെ മുകളിലേക്ക് വീടിന്റെ ഉച്ചിയിൽ കയറണം, മുകളിൽ കയറണം. എന്നിട്ടോ നീ ആകാശത്തേക്ക് നോക്കണേ. സൂര്യനെങ്ങാനും പകുതി അസ്തമിച്ച ഒരു സമയം വന്നു കഴിഞ്ഞാൽ എന്നത് വിളിച്ചറിയിക്കണേ, ഉറക്കെ പറയണേ. ആദിന്നി എന്ന് പറഞ്ഞാൽ അതാൻ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന, ഉറക്കെ വിളിച്ചു പറയല. മുകളിൽ നിന്ന് ഉറക്കെ വിളിച്ച് പറയണം, എനിക്ക് താഴെ ഇരുന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സമയം ശ്രദ്ധിച്ചിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഒരുപാട് സ്വഹാബികളെ ശ്രദ്ധിച്ചിരുന്നു. ഏത് സമയമാണിത്? അസ്തമയത്തോടടുത്ത സമയം. അതായത് അസ്ർ കഴിഞ്ഞ സമയം കളയരുതെന്ന് ചുരുക്കം, മഗ്രിബ് വരെ. അതുകൊണ്ടാണ് പഴയകാലത്തെ കാരണവന്മാര് രാവിലെ വെള്ളിയാഴ്ച ജുമുഅക്കങ്ങ് പോയാൽ അവർ അസ്റും കഴിഞ്ഞ് ചിലപ്പോൾ മഗ്രിബും കഴിഞ്ഞിട്ടാ വരാ. ആ സമയത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് വിളിച്ചു പറയുമായിരുന്നു. അങ്ങനെ വിളിച്ചു പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിച്ച് പറയുന്നത് കേട്ടിട്ട് ദുആയിലേക്ക് തുടങ്ങുമ്പോഴേക്കും മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? അവിടെ നിന്ന് എണീറ്റ് പള്ളിയിലേക്ക് കയറുമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഫതഖൂമു വതദ്ഖുലു അൽമസ്ജിദ ഹത്താ തഗ്റുബ അശ്ശംസു വതുസല്ലി. ഫാത്തിമ റളിയല്ലാഹു അൻഹ നിസ്കരിക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്ന നിസ്കാര കളത്തിലേക്ക്, നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കയറി ഇബാദത്തിലേക്കും ദുആയിലേക്കും കയറുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്.